അപ്പൊ ഇത് കുഞ്ഞുനാൾ മുതലേ നമുക്കിടയിൽ ഈ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഞാൻ കണ്ടത് ചീത്തപ്പിടിച്ച് കണ്ട കാര്യങ്ങളൊക്കെ അന്ന് കണ്ടതൊക്കെ ഞാൻ സ്വീകരിച്ച് നമ്മൾ ആ വഴിക്ക് ആ റൂട്ടിൽ പോയി കുത്തുവാള എടുത്ത് തന്നെ തിരിഞ്ഞ് അവസാനം എങ്ങനെയൊക്കെയോ സിനിമയിലെത്തി. അത് പുള്ളി തന്നെയാണല്ലോ നമ്മളെ സിനിമയെ കൊണ്ടുവന്നത്. എങ്ങനെയെങ്കിലും അനിയൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ചേട്ടാ സിനിമയിലേക്ക് കൊണ്ടുവന്നത്? അവിടേക്ക് ഇങ്ങനെ നന്നാവട്ടെ അല്ലേ? ഒരിക്കലും അല്ല, ഇത്ര അല്ല, ഒരിക്കലും അല്ല. ആലോചിച്ച് നോക്ക്, തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ഇത്ര സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തു പുള്ളി. അതിനുശേഷമാണ് തിര എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. എന്നെ പോലത്തെ ഒരു അലവലാദീന സിനിമയെ കൊണ്ടുവരണം എന്ന് പുള്ളി ഒരാൾ ചിന്തിക്കുമോ? കാരണം ഒന്ന് സിനിമയോട് യാതൊരു പാഷനും ഇല്ലാതെ പുള്ളിക്കറിയാം. തലതെറിച്ച ആൾക്കാരെയൊക്കെ കൊണ്ട് സിനിമയിലോട്ടാണ് കൊണ്ടുവരുന്നത്. അല്ല, അങ്ങനെയൊന്നും അങ്ങനെ ചെയ്യുന്ന ഒരു ബുദ്ധിയില്ലാത്ത വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല. പരിചയമുണ്ടല്ലോ, ഇത്രയും കണ്ണിങ് കള്ളത്തരേ പറയുവായ തുറന്ന അങ്ങനെയുള്ളൊരു മനുഷ്യൻ സ്വന്തം സിനിമ എന്നുവെച്ചാൽ അത്രയും സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തതിന് ശേഷം അടുത്ത തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് സിനിമയ്ക്ക് ശേഷം തിര എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുക. അപ്പോൾ 10 പൈസയുടെ അഭിനയവും ഒന്നുമില്ലാത്ത ഒരാളെ പിടിച്ചിട്ട് ആ റോള് ചെയ്യാൻ വിളിക്കുമോ? ഇല്ല, വിളിക്കൂല. കാരണം സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമ അതിനേക്കാളും ഹിറ്റ് ആവണം, വലുതാവണം. ഓക്കെ, അതും ശോഭന ചേച്ചിന്റെ ഓപ്പോസിറ്റ് എന്നെ പോലത്തെ ഒരാളെ പിടിച്ചിടുമ്പോ പുള്ളി 100 തവണ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? കാരണം അത്രയും നല്ല നടനായിരുന്നു പുള്ളി. ഒന്നും കൊണ്ടല്ല, ഞാൻ പറയട്ടെ, അന്ന് ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് പുള്ളീനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ കാശും ഇതാക്കിയിട്ട് പുള്ളീനെ പറ്റിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. അതിൽ ആർട്ടിസ്റ്റിന് കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ അഭിനയിച്ചു, ഒരു വഴിയില്ലാതെ. കാരണം അതിൻ്റെ കാശടക്കം ഞാൻ മുക്കി. അപ്പോൾ ഞാൻ അഭിനയിച്ചത് കണ്ടിട്ട്, അപ്പോൾ എനിക്കിത് പുള്ളിനെ കാണിക്കാൻ വേണ്ടി, കാരണം ഞാനാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ഈ അഭിനയം കണ്ടിട്ട് പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, ഞാൻ കണ്ടു ആ ഷോർട്ട് ഫിലിം, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന്. താങ്ക് യു. പുള്ളിയുടെ കാശ് മുക്കിയതാ ഞാൻ, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പുള്ളി വന്ന് പറഞ്ഞത്, ഞാൻ ഒരു സിനിമ തട്ടത്തിൻ മറയത്ത് ഞാൻ സിനിമ തിര എന്നാണ്, അങ്ങനെ തിര പേരിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, ധ്യാൻ അതിലൊന്ന് ചെയ്യാം എന്നെ റിക്വസ്റ്റ് ചെയ്യാണ് എൻ്റെ അടുത്ത്. ഞാൻ ആലോചിക്കട്ടെ. അപ്പൊ ഞാൻ എന്റെ പോയിന്റ് മനസ്സിലായോ? എന്നെ പുള്ളി നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ല, പുള്ളിയുടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സാധനം വന്നപ്പോ എന്നിലുള്ള അഭിനേതാവിനെ ആ സംവിധായകൻ തിരിച്ചറിഞ്ഞു. അതെ, സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ അഭിനേതാവിനോട് സംവിധായകൻ എന്താ പറഞ്ഞത്? അതെന്ത് സിനിമ കണ്ടില്ലേ? തിര കണ്ടില്ലേ? അടുത്ത അത്രയും ഡീസന്റ് വൃത്തിയുള്ള നല്ല ഡെബ്യൂ ആയിരുന്നില്ലേ ഒരു നടന. പിന്നീട് അങ്ങോട്ടുള്ള വിട്ടേക്ക്. തുടക്കം ആലോചിച്ച് നോക്കൂ, ഗംഭീര തുടക്കമായിരുന്നില്ലേ? അതും അന്ന് നമ്മൾ ഫിലിമല്ല, ഡിജിറ്റൽ പോലും അല്ല, ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ശോഭന മാം